ഫ്രണ്ട്സ്, ഐ ആം സുബീഷ്. ഇത് നമ്മൾ അഗ്നിക്കുട്ടിയുടെ ഹെയർ കട്ടിംഗ് ആണ് ചെയ്യണം. ബാക്ക് സൈഡ് യു, ഫ്രണ്ട് ലെയർ കട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് ഹെയർ 4 സെക്ഷനായിട്ട് തിരിക്കാം. ആദ്യം നമുക്ക് ബാക്ക് സൈഡ് ലൈറ്റായിട്ട് യു കട്ട് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഗൈഡ് ലൈൻ എടുക്കണം. ബാക്കിലെ 2 സെക്ഷനിൽ നിന്ന് 2 ലെയർ എടുത്ത് നമുക്ക് ഗൈഡ് ലൈൻ കട്ട് ചെയ്യാം. ഗൈഡ് ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലെ സെക്ഷനിൽ നിന്ന് ഒരു ലെയർ എടുത്ത് സെക്ഷൻ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. നമ്മൾ എടുത്തു വെച്ച ലെയർ ഗൈഡ് ലൈൻ്റെ അതേ അളവിൽ കട്ട് ചെയ്യുക. അടുത്ത ഒരു ലെയറും കൂടി എടുത്ത് സെക്ഷൻ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. ലെയർ നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് ഗൈഡ് ലൈൻ്റെ ഒപ്പത്തിന് വെച്ച് കട്ട് ചെയ്യുക. ഇനി ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് ലെയറും കൂടി എടുത്ത് ഒന്ന് ചീകി കൊടുത്ത് ഗൈഡ് ലൈൻ്റെ ഒപ്പം വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിലെ സെക്ഷൻ നന്നായി ഒന്ന് ചീകി കൊടുത്ത് അധികം നിൽക്കുന്ന ഹെയർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്യുക. ഇനി റൈറ്റ് സൈഡിലെ സെക്ഷനിലെ ഒരു ലെയർ എടുത്ത് ഗൈഡ് ലൈൻ്റെ ഒപ്പം വെച്ച് കട്ട് ചെയ്യുക. അടുത്ത ലെയറും ഗൈഡ് ലൈൻ്റെ ഒപ്പം വെച്ച് കട്ട് ചെയ്യുക. സെക്ഷനിലെ ലാസ്റ്റ് ലെയറും എടുത്ത് ഗൈഡ് ലൈൻ്റെ ഒപ്പം വെച്ച് കട്ട് ചെയ്യുക. റൈറ്റ് സൈഡിലെ സെക്ഷൻ നന്നായി ചീകി അധികമുള്ള ഹെയർ കട്ട് ചെയ്ത് കളയുക. അതുപോലെ ബാക്കിലെ ഹെയർ നന്നായിട്ട് ചീകി നോക്കുക. ഷേപ്പ് വ്യത്യാസം ഉണ്ടോ, എവിടെയെങ്കിലുമൊക്കെ ഹെയർ അധികം ഉണ്ടോ നോക്കുക. ഇനി നമുക്ക് ഫ്രണ്ടിൽ ലെയർ കട്ട് ചെയ്യണം. അതിന് നമുക്ക് ആദ്യം ഗൈഡ് ലൈൻ വേണം. അതിന് നമ്മൾ 2 സൈഡിലെയും സെക്ഷനിൽ നിന്ന് ഓരോ ലെയർ എടുത്ത് 2 സെക്ഷനും ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. നമ്മൾ മാറ്റി വെച്ച ഹെയർ എടുത്തിട്ട് നന്നായി ചീകി കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഗൈഡ് ലൈൻ. നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത ഹെയർ ഒന്നും കൂടി നന്നായി ചീകി ഒരു അല്പം ഉയർത്തി പിടിച്ച് കട്ട് ചെയ്യുക. നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഗൈഡ് ലൈൻ്റെ സെൻറ്റർ ഭാഗം റൈറ്റ് സൈഡിലെ സെക്ഷനിൽ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലെ സെക്ഷനിൽ നിന്ന് ഒരു ലെയർ എടുത്തിട്ട് സെക്ഷൻ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഹെയർ നന്നായി ചീകി ഗൈഡ് ലൈൻ എടുത്ത് അതിൻ്റെ ഒപ്പത്തിന് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. ഒന്നും കൂടി നന്നായി ചീകി ഒരു അല്പം ഉയർത്തി പിടിച്ച് കട്ട് ചെയ്യുക. ഇനി ലെഫ്റ്റ് സൈഡിലെ സെക്ഷൻ്റെ ക്ലിപ്പ് അഴിച്ച് ഹെയർ നന്നായി ചീകി ഗൈഡ് ലൈൻ നോക്കി കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. ഇനി ഹെയർ ഒന്ന് നന്നായി ചീകി ഒരു അല്പം ഉയർത്തി പിടിച്ച് കട്ട് ചെയ്യുക. ഇനി നമ്മൾ റൈറ്റ് സൈഡിലെ സെക്ഷൻ്റെ ക്ലിപ്പ് അഴിച്ച് അതിൽ നിന്ന് ഒരു ലെയർ എടുത്ത് സെക്ഷൻ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. ഹെയർ നന്നായി ചീകി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ഗൈഡ് ലൈൻ നോക്കി കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ചീകി ഒരു അല്പം ഉയർത്തി പിടിച്ച് കട്ട് ചെയ്യുക. ഇനി അടുത്ത ലെയർ എടുത്ത് നന്നായി ചീകി കൊടുത്ത് ഗൈഡ് ലൈൻ എടുത്ത് അതിൻ്റെ ഒപ്പത്തിന് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും കറക്റ്റാണെന്ന് നോക്കുക. റൈറ്റ് സൈഡിലെ ഹെയർ ഒന്നും കൂടിയും നന്നായി ചീകി ഒരു അല്പം ഉയർത്തി പിടിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ വീഡിയോയുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.